രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അല്ലേ? എനിക്കാളും അറിയതാണോ അതോ നിങ്ങൾക്കാളും അറിയ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന സംഭവബഹുലമായ കാര്യങ്ങൾ. ഇപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഷപ്പ് നോബൽ ഫിലിപ്പ് രേണുസുതിയായിട്ട് കീരിയും പാമ്പും ഇരുന്ന ആൾക്കാർ ഇപ്പം അവർ ഒരമ്മ പറ്റ മക്കളെ പോലെയായി. കണ്ടു നിന്നവന്മാരെല്ലാം മക്കളുമായി. എന്തൊരു പരിപാടി അത്! ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിനോ വിമർശിക്കുന്നതിനോ അഭിപ്രായം മാറ്റി പറയുന്നതിനോ ഞാൻ എതിരല്ല. ഈ അഭിപ്രായം മാറ്റി പറയുമ്പോഴത്തേനും നിലപാട് ഉൾപ്പെടെ എടുത്ത് മാറ്റരുത്. അതിനകത്താണ് എനിക്ക് പ്രശ്നം. ഇപ്പോൾ മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. ഈ ബിഷപ്പിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു എന്ന് പുള്ളിക്കാരൻ അവകാശപ്പെടുന്നൊരു ചാനലാണ് ഈ ചാനൽ. പുള്ളിക്കാരൻ്റെ കട്ട് വീഡിയോ നേരത്തെ കൊടുത്തു വിടുന്നു. രേണുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവർ കിടന്ന് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് അതേ ചാനലിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് രേണുസുധീനെ ചില്ലും കൂട്ടി വെച്ചിട്ട് നാണയത്തൊട്ടുകളിട്ട് നമുക്ക് അനുഗ്രഹം മേടിക്കാം എന്നുള്ള വകുപ്പിലും ഈ കിച്ചു എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ അന്തിക്രിസ്തുവിൻ്റെ ആളാണ് എന്ന രീതിയിലൊക്കെയാണ് പുള്ളിക്കാർ സംസാരിച്ച് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് റെഡിക്കുലസ് എന്ന് പറഞ്ഞാൽ റെഡിക്കുലസ്. ഇന്നലെ ഈ സാധനം കണ്ടിട്ട് എൻ്റെ പറന്നു പോയ കിളിയുണ്ടല്ലോ, ഇന്ന് കുറച്ച് മുമ്പേ തിരിച്ചു വന്നേ. അതെ, ഈ ബിഷപ്പിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇവർ ഈ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുന്ന ഒരു നാടകത്തിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ആ കടന്നെങ്കിലേ ബാക്കി നമുക്ക് കടക്കാൻ പറ്റൂ. കാണാം. ഞാനിന്ന് നിൽക്കുന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ ബിഷപ്പ് ഹട്ടിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇന്റർവ്യൂവിനായിട്ട് ബിഷപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കിട്ടിയിട്ടില്ല. ഇന്ന് അപ്പോൾ എൻ്റെ വിളി കാരണം ആവശ്യപ്രകാരം ഞാൻ ഈ വീട്ടിലെത്തി. അപ്പം ഇന്ന് എൻ്റെ വിളി കാരണം ആവശ്യം കാരണം ഞാൻ ഈ വീട്ടിലെത്തി. ഞാൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ ഹലോ ഞാനല്ലേ? അതെ ഞാനാണ്, പറയൂ, എനിക്കൊരു ആവശ്യമുണ്ട്, ഒന്ന് ഇത്ര ഇടം വരെ വരൂ. അങ്ങനെയായിരുന്നു സെറ്റപ്പ്. സ്ക്രിപ്റ്റെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണ്ട ആശാനെ. ബിഷപ്പ് വിളിച്ച് വരുത്തിയതാണെന്നാണോ പറയാൻ വന്നത്? അതോ ഞാൻ ബിഷപ്പിനെ വിളിച്ചിട്ട് ബിഷപ്പ് വരാൻ പറഞ്ഞ എന്ത് ഉദ്ദേശം? എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ തന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ വന്നു. എന്നെ വിമൽകുമാർ എന്നാണോ വിളിക്കുന്നത്? എന്തൊക്കെയാണോ ഇത്? ബിഷപ്പ് രേണു ചേച്ചിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ തിരിച്ചു വരുന്ന സമയം ഒന്ന് പിടിച്ചു നിർത്തി 2 ചോദ്യം ചോദിക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ. ബിഷപ്പ് അപ്പുറത്ത് പ്രാർത്ഥിക്കാൻ പോയിക്കോ. വരുന്ന വഴിക്ക് ആ ഒരു വേളയിൽ, ആ ഒരു നിമിഷത്തിൽ, ആ ഒരു സമയത്തിൽ പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കണം. അതാട്ടോ ലക്ഷ്യം. അല്ല നേരത്തെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എന്നെ തന്നെ വിളിച്ച് ഞാൻ തന്നെ അപ്പോയിൻമെൻ്റ് ഞാൻ തന്നെ വന്നതാ. നമ്മൾ വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് വരുമ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വാടെ നാച്ചുറൽ ആക്ടിങ്. നേരെ ബിഷപ്പിനെ വരുന്ന പറഞ്ഞേ, ബിഷപ്പേ ഞാൻ എന്നെ തന്നെ വിളിച്ചിട്ട് വന്നതാ ഇന്റർവ്യൂ. ബിഷപ്പ് ഇന്നലെ തൃക്കണ്ണിൽ കണ്ടില്ലായിരുന്നോ? തൃക്കണ്ണ് ശിവന്റെ ആണല്ലോ, മറ്റേ എന്തിലോ കണ്ടില്ലായിരുന്നോ? നമുക്ക് കൂടുതൽ കഥയൊന്നുമില്ല. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇൻ്റർവ്യൂ അങ്ങോട്ട് തുടങ്ങി. അതിനൊന്നും എനിക്ക് എതിർപ്പില്ല. ചാനലിൻ്റെ നിലനിൽപ്പാണ്. അവർക്ക് പുതിയ ഇൻ്റർവ്യൂ കിട്ടുക, പുതിയ കണ്ടന്റുകൾ കിട്ടുക, പുതിയ ആൾക്കാരെ എറി നിറക്കുക, വൈറലായി, അതൊക്കെ അവരുടെ ആ ചാനലിൻ്റെ റേറ്റിങ്ങിന് അത് ആവശ്യമാണ്. അത് നമ്മൾ വിട്ട്, ചാനലിന് നമ്മൾ വെറുതെ വിട്ട് നമുക്ക് ബിഷപ്പിന് പറയാനുള്ളത് കേൾക്കാം. വാസ്തവത്തിൽ ഞാനും രേണുസുധിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. നല്ല കാര്യം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വ്യക്തിപരമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തരായിരുന്നു ബിഷപ്പേ? മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാർ എന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുധിയും തമ്മിൽ ആ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നാളിതുവരെയും രേണുസുധിയും ഞാനുമായിട്ട് മുഖാമുഖം അവർ ഫാമിലി ആയിട്ടോ രേണുസുധിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു എന്തുണ്ടായത്, ഇങ്ങനെ ഒരു പിണക്കങ്ങളും ദേഷ്യങ്ങളും. എൻ്റെ ബിഷപ്പേ, ഞാനും വേറൊരാൾ തമ്മിൽ പ്രശ്നമുണ്ട്. നേരിട്ട് പോയി ഇടാ എനിക്ക് നിന്നോട് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ എന്നെ ചെയ്തു, ഞാനും അവനും മാത്രം അറിയേണ്ടത് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കാണിച്ചതേ ഉള്ളൂ. ഞാൻ അവനോട് ഞാൻ മുഖം കറുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവൻ എന്നോട് മുഖം കറുപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നാട്ടുകാരോട്, ജനങ്ങളോടല്ലേ സംസാരിച്ചത്. ഞാനും അവരൊന്നും ഒരു പ്രശ്നമില്ല.
എന്നെ കണ്ടുവന്ന ജനങ്ങൾക്കാണോ പ്രശ്നം? ഈ ബിഷപ്പിനെയൊക്കെ വിമർശിക്കേണ്ട വരേണ്ടതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഇനി ബിഷപ്പ് ഒരു കാര്യം ചെയ്യേണ്ടതെന്നറിയോ, അടുത്ത തവണ തൊട്ട് ദയവ് ചെയ്ത് ഈ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ കയ്യിലുള്ള കുരിശും ആ വേദപുസ്തകം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായനെ. നിലപാടെന്ന് പറയുന്ന സാധനം ബിഷപ്പിനില്ല. ബിഷപ്പ് ആദ്യം അനുകൂലിച്ച് സംസാരിക്കും, പിന്നെ എതിർത്ത് സംസാരിക്കും, പിന്നെ അനുകൂലിച്ച് സംസാരിക്കും, പിന്നെ എതിർത്ത് സംസാരിക്കും. ഈ അനുകൂലിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറേ ബ്ലോഗേഴ്സിനായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അവരെന്നെ എല്ലാം ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഇവരുമായിട്ട് എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അൺബ്ലോക്ക് ചെയ്ത് പുള്ളിക്കാരെ വിഷമം പറയും, രേണുവിനെതിരെ വരുന്ന വീഡിയോസ് അയച്ചു കൊടുക്കും, നമ്മളോട് റിയാക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. എൻ്റെ പുള്ളിയുടെ കോൺടാക്ട് ഒന്നുമില്ല, പക്ഷേ ഞാൻ ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല, ബാക്കിയേക്കാം. ബിഷപ്പായിപ്പോയി. ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഉള്ള അറിവ് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുത ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണു സുധി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ സഹോദരിയോ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ബിഷപ്പിന്റെ തലയിൽ ആപ്പിളും എല്ലാം വന്ന് വീണു. പെട്ടെന്ന് എന്ത് പറ്റി? പെട്ടെന്ന് ഇങ്ങനൊരു പുള്ളിക്കാരിക്ക് ഒരു രോഗാവസ്ഥ വരുന്നു, യാതൊരു തെറ്റുമില്ല. അന്നേരം നമുക്ക് അവരോടൊരു ദയ തോന്നുന്നു, സെന്റിമെന്റ്സ് തോന്നുന്നു, യാതൊരു തെറ്റുമില്ല. വിരോധത്തിൽ നിൽക്കുന്ന നമ്മൾ അനുരഞ്ജനപ്പെടുന്നു, യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളില്ലേ. നമ്മളൊരു കാര്യത്തെ തെറ്റെന്നു പറയുകയും അവർക്കൊരു അസുഖം വന്നപ്പോൾ അത് തെറ്റൊന്നുമല്ല, അതായത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയാ എന്ന് പറയുന്നതിന് അപ്പം നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ്? ബിഷപ്പ് നിങ്ങളൊരു റെസ്പെക്റ്റബിൾ പൊസിഷനിലിരിക്കുന്ന ഒരാളല്ലേ. നിങ്ങൾ പലർക്കും ഉപദേശങ്ങൾ കൊടുക്കേണ്ട, പലരെയും ബൈബിള് പഠിപ്പിക്കേണ്ട, പലരെയും ആശയ കുഴപ്പത്തിൽ നിൽക്കുമ്പോഴത്തേനും അവരെയും നേർവഴി കാട്ടേണ്ട ഒരാളല്ലേ. നിങ്ങൾ തന്നെ ഇങ്ങനെ അങ്ങോട്ടേ ചാടാടാ കുട്ടി രമ ഇങ്ങോട്ട് ഇങ്ങനെ ചാടിക്കളിച്ച് എങ്ങനെയാണ് പരിപാടി സെറ്റാകുന്നേ? എനിക്കറിയാൻ പാടില്ല. ബാക്കി പറ. ഒരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കും ഇല്ല. സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിലൂടെയും ഒക്കെയാണ് അവരെ ഇങ്ങനെ, പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും ജീവിച്ചു പോകാനായിട്ട് അവർ ജോലി ചെയ്തൊരു സഹോദരിയാണ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു. അവർക്കറിയാം. പൊന്ന് ബിഷപ്പേ, എന്ത് പറയാനാന്ന് പറ. ഓക്കെ, അവർക്ക് ദിനംദിന ചെലവിന് വേണ്ടിയിട്ട് അവർ സോഷ്യൽ മീഡിയ, അത് അവർക്ക് അറിയാവുന്ന പണി ചെയ്ത പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നാണ് ബിഷപ്പ് ഇപ്പം പറയുന്നത്. ബിഷപ്പ് നേരത്തെ പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. രീതിയിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമായിരുന്നു, അവർക്ക് അറിയാവുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. അതൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിനായിട്ട് അന്നന്ന് ജീവിതം. കാരണം കൊല്ലം സുധി മരണപ്പെട്ട ശേഷം ആ കുടുംബം മുൻപോട്ട് പോകണം. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, അവർക്ക് അങ്ങനെയൊന്നുമല്ല. അവർക്ക് പല്ല് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് 4 ലക്ഷം രൂപ എന്നാണ് അവർ പറഞ്ഞത്. അവരൊരു സ്വിഫ്റ്റ് കാർ മേടിച്ചു. അവർ എൻ്റെ കയ്യിൽ കോടികളൊന്നും ഇല്ലെങ്കിലും ലക്ഷങ്ങളുണ്ടെന്ന് ഇതേ ചാനലിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, ഇനോഗ്രേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളോടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ രോഗാവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. അവരെത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ. അവരെ ഞാൻ അധികം വലിച്ചു കീറി വിമർശിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ വിമർശിച്ച കാര്യങ്ങൾ ഇപ്പം അപ്പാടെ മാറ്റി പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും അല്ല കേട്ടോ, അവർ പുണ്യാത്മാവ്, അവരെ ചില്ലും കുട്ടി വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം ഇങ്ങനെ പറന്ന് വരും എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ ചെയ്ത തെറ്റുകൾ എൻ്റെ എത്തിക്സ് പ്രകാരം, എൻ്റെ ചിന്താശക്തി പ്രകാരം എനിക്ക് തെറ്റായിരുന്നു. അതെനിക്ക് ഇപ്പോഴും തെറ്റ് തന്നെയാണ്. എനിക്ക് യാതൊരു നിലപാട് മാറ്റവും ഇല്ല. ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം നമ്മൾ കണക്കിലെടുത്തിട്ട് അവരെ നമ്മളൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, പക്ഷെ ബിഷപ്പ് അങ്ങനെയല്ല. അന്ന് രക്തം കുടിക്കുന്ന രക്തരക്ഷസായിരുന്നു അവൾ എന്ന് പറഞ്ഞ അദ്ദേഹം, അയ്യോ അവര് പരിശുദ്ധം അറിയാൻ കഴിഞ്ഞാൽ പിന്നെ രേണുവാണ് എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ഇത് മാറുന്നോ എന്നൊരു സംശയം. അങ്ങനെ മാറുമ്പോൾ ബിഷപ്പിന്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. അവരെ വിമർശിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവർ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യട്ടെ, ഒരു വരുമാനത്തിന് എന്തെങ്കിലും ചെയ്യട്ടെ, അവരെ വിമർശിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ സെന്റൻസ് ഒന്ന് മനസ്സിൽ വെച്ചേരട്ടോ, അതിലൊക്കെ നമുക്ക് വരാം. ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവരുടെ മോനെ എൻ്റെ ഒരു അഭിപ്രായം, അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമായി സന്തോഷപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ ബിഷപ്പ് പറയുന്ന വാക്യം കൂടെ കേട്ടിട്ട് മാസ് സാധനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം കേട്ടോ. അതോടെ കേട്ടിട്ട് നമുക്ക് ബിഷപ്പിനെ തൂക്കാം.
ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ കേട്ടോ ബിഷപ്പ് കേൾക്കുന്നേ. മുമ്പേ ബിഷപ്പ് പറഞ്ഞു നിർത്തിയ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ, അതിനൊന്നും വിമർശിക്കാൻ നമ്മളാളല്ല. ഇപ്പൊ പറഞ്ഞ രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ രേണുസുധി എന്താണ് കാണിക്കുന്നത്, ബിഷപ്പ് എന്താണ് കണ്ടത്, പറയൂ കേൾക്കട്ടെ. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്കിന്ന് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് മാത്രമേ ബിഷപ്പ് കണ്ടുള്ളായിരുന്നോ? എനിക്കൊരു മകനുണ്ട് കിച്ചു എന്ന് പറഞ്ഞിട്ട്, അവനെ 11 വർഷം ഞാൻ നോക്കി വളർത്തിയിട്ട് അവൻ എന്നെ കാണാൻ പോലും ഒന്നും വന്നില്ല. ഞാനിത് പറയുമ്പോൾ ഇതൊരു വിവാദമാകുമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആരും ഇത് വിവാദമാകില്ല. അങ്ങനെ ഒരു വീഡിയോ രേണുസുധി ഇട്ടത് ബിഷപ്പ് കണ്ടായിരുന്നോ? അത് കണ്ടു കാണത്തില്ല. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്തില്ലേ കാണത്തുള്ളൂ. ഇവിടെ ഒരു ഫിൽട്ടർ വെച്ചേക്കും, ആവശ്യമുള്ളത് മാത്രമേ വരത്തുള്ളൂ. രേണുസുധിക്ക് എതിരെ പറയുന്നൊന്നും ഇപ്പോൾ അങ്ങോട്ട് വരത്തില്ല. രേണുസുധിയുടെ നന്മകൾ മാത്രമേ ബിഷപ്പിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പ്രതിജ്വലിക്കുവാണോ എന്തൊരു ആ സാധനം ചെയ്യത്തുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി അവരവരുടെ കാര്യങ്ങൾ അറിയിക്കണം. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു, അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷെ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയും. അവിടെ എന്തെങ്കിലും ഒരു കട്ട് വന്നു കേട്ടോ, ആ കട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ അവരുടെ മകൻ കിച്ചുവിലേക്ക് വിഷയം കയറുന്നതിന് മുമ്പേ ബിഷപ്പ് ഒരു 10 മാസം മുമ്പേ സംസാരിച്ചത് നമുക്കൊന്ന് പോയാലോ? നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 100% സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ പേക്കൂത്തുകൾ എന്നാണ് ഈ നാട്ടിലെ ലോക്കൽ ഭാഷ. ഇവിടുത്തെ പേക്കൂത്തോ എന്തിനങ്ങനെയൊക്കെ പറയണം? അവരവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സാധനത്തിനെ വിമർശിക്കാൻ നമ്മളാര്? അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അതിനകത്ത് അവർ അപ്ഡേറ്റുകൾ മാത്രമല്ല ഇടുന്നത്. അവര് ജീവിത ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഓരോ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിനെ വിമർശിക്കാൻ ഞാൻ ആളല്ല. ഇപ്പം ഈ പറഞ്ഞതിന് വിമർശനമെന്നല്ലേ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. ഇനി കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബിഷപ്പ് എങ്ങനെയാണെന്നറിയാമോ? ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇന്ത പക്കം തിരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അമ്പിയായിട്ട് മാറും, മറ്റേ പക്കം തിരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അന്യനായിട്ട് മാറും. ഇത്രയും നേരം നമ്മൾ കണ്ടത് അമ്പീനെയാണ്, ഇപ്പം നമുക്ക് അന്യനെ കാണാം. അന്യനാവാതിരുന്നാൽ മതി. നാടൻ ഭാഷയാണ് പേക്കൂത്ത് കളി. എന്താണ് അവർ പറയുന്നത്? 5 മിനിറ്റ് ഇടവിട്ട് 10 കാര്യം മാറി മാറി പറയുന്നതാണോ നമ്മളൊരു കാര്യം? ഇതാണ് ബിഷപ്പിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണ് 5 മിനിറ്റ് കൂടുമ്പോൾ 10 കാര്യം മാറി മാറി പറയുന്നതാണോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്? ഇത് വല്ലാത്തൊരു ഇതാട്ടോ. ഇതേപോലത്തെ സാധനങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിഷപ്പ് മാറ്റി പറയുന്നതിന് പ്രശ്നമില്ല, പക്ഷെ മാറ്റി പറയുന്നതിന് കാരണം വേണം. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ബിഷപ്പ് മറന്നു പോയിരിക്കും, പക്ഷെ സോഷ്യൽ മീഡിയ കിടക്കുന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം മാറ്റാനുള്ള കാരണം കൂടെ പറയണം. ഇപ്പോൾ അവരങ്ങ് പുണ്യാത്മാവ്. നേരത്തെ ബിഷപ്പ് തന്നെ എത്ര പേരെ വിളിച്ചിട്ട് രേണുവിനെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പ് എത്ര പേരെ കോൺഫറൻസ് കോൾ എടുത്തിട്ട് രേണുവിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പ് അതിൽ എത്ര പേരെ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ബിഷപ്പ് ഇത് മെയിനായിട്ട് ബിഷപ്പായിപ്പോയി. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ദയവ് ചെയ്ത് ആ വിശുദ്ധ ബൈബിളും കയ്യിൽ പിടിച്ചിരിക്കുന്ന കുരിശും മാറ്റി വെച്ചിട്ടുമാണ് ഈ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട്. അതും വെച്ചുകൊണ്ട് ഇമാതിരി വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ പോലും പൊറുക്കത്തില്ല. ബിഷപ്പ് അങ്ങനെ നന്മമരം കളിക്കണമെങ്കിൽ നേരത്തെ നന്മമരം കളിക്കണമായിരുന്നു. അന്ന് ചിന്തിക്കണമായിരുന്നു അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ടില്ലേ, ജീവിച്ച് പോട്ട് വരെങ്കിൽ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. അന്നേരം എന്ത് വിചാരിക്കാൻ? അന്നേരം അറിയത്തില്ലായിരുന്നു അതൊന്നും. പറ. നമ്മൾ ഏത് കാര്യത്തിൽ നമുക്ക് നിലപാടുള്ള വ്യക്തിയായിരിക്കണം. ഒരു അരിച്ചിരിക്കില്ലേ, നിലപാട് വേണം നമുക്ക്. ബിഷപ്പ് പറഞ്ഞു കേട്ടില്ലേ, നിലപാട് വേണം. രൂപയ്ക്ക് വാല്യൂ ഉള്ളൊരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പേരുടെ രക്തം വെള്ളമാക്കി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു കലാകാരന്റെ ആകസ്മികമായ വേർപാടിൽ അവർക്കുണ്ടായ ദുഃഖത്തിൽ ഈ കേരളക്കാരെ ഒന്നാകെ കൈകോർത്ത് പിടിച്ച് നിന്നതുകൊണ്ടാണ് വീട് ഫുൾ ഫർണിഷ് ചെയ്ത് ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയത്. വീട് ഫുൾ ഫർണിഷ് ചെയ്ത് അവർക്ക് TV, മെത്ത, കട്ടില് എല്ലാം കൊടുത്തു. ഞാനാണ് ആ വീട് ഔദ്യോഗികമായിട്ട് ബ്ലെസ് ചെയ്യുവാനായിട്ട് അവരുടെ പിതാവ് എന്നെ ഇവിടെ ഒന്ന് ക്ഷണിച്ച് ഞാൻ പോയി. പിന്നെ വീടിനെ ചൊല്ലി വമ്പം പഴക്കായി, ഭയങ്കര പ്രശ്നമായി. നമുക്കിനി വീണ്ടും നമുക്ക് അമ്പിയിലേക്ക് തിരിച്ചു വരാം. ബിഷപ്പ് നന്മയുടെ ഒരു പാതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് കേൾക്കാം. ഉള്ള ഓർമ്മക്കുറവുണ്ടാകും, ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും, ചിലപ്പം ആരോഗ്യം ക്ഷയിച്ച പോലെ തോന്നും. അത് ഈ മരുന്നിൻ്റെതായിട്ടുള്ള ഒരുപാട്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയാം, എവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് ഈ നാക്ക്? അടുത്ത ക്വസ്റ്റ്യൻ മിണ്ടാതിരുന്നാൽ പറയും, ഇപ്പം നിന്റെ എല്ലാം തീർന്നോ? അപ്പൊ ഒരു കരയിൽ കൂടെ വെള്ളത്തിൽ കൂടെ ആ പുള്ളിക്കാരത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം? ആര്? നമ്മളോ? ആ പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, വേണമെങ്കിൽ മിണ്ടാം. മിണ്ടുമ്പോൾ
അല്ലെങ്കിൽ മിണ്ടുന്ന രീതിക്കകത്തൊരു നോക്കണം. ആദ്യം വന്നിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ, തലേന്ന് പശയാണ് ഒട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിരുന്നിട്ട് മോനെ എന്നെ വെറുതെ വിട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് ചോദ്യം ചെയ്യും. ആൾക്കാരെ തെറ്റു പറയാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. ബിഷപ്പിന് എന്തോരോ പറ്റിയിട്ടുണ്ട്. എന്തോ പറ്റി, തലച്ചോറെടുത്ത് എവിടെ കണ്ട് കൊടുത്തെന്ന് തോന്നുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് പുള്ളിക്ക്. അവർ ക്ഷീണിതാവസ്ഥയിരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലെ പറയും നിനക്ക് അടങ്ങാറായില്ലോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവര്? അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കും. അതെ അതെ, അവരും ഈ ലോകത്ത് ജീവിക്കേണ്ടതാണ്. അവർ മിണ്ടാതിരുന്നാൽ പറയും നിനക്കത് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറയും. അവർ മിണ്ടിയെ പറയും നിനക്ക് ഇനിയെങ്കിലും നിന്റെ അഹങ്കാരങ്ങൾ ഒതുക്കാറായില്ലെന്ന് പറയും. നമുക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് പിടിച്ചാലോ? കുറച്ച് നാളുകൾക്ക് മുമ്പേ ബിഷപ്പ് പറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കണം. സുഹൃത്തുക്കളെ, കടന്നു വരും. നടിയല്ലേ എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കേരളം എത്ര നന്നായിട്ട് പോയത്. രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? ഉണ്ടോ? അതാ ഞങ്ങളും ചോദിക്കുന്നത്. രേണുസുതി പറയുന്നതെല്ലാം സത്യമാണെന്നുണ്ടോ? ആദ്യം വന്നിരുന്നിട്ട് വയ്യെന്ന് പറയും, പിന്നത്തെ വീഡിയോ വന്നിട്ട് വയ്യുമെന്ന് പറയും, പിന്നത്തെ വീഡിയോയിൽ വന്നിട്ട് വീണ്ടും വയ്യ ഐസിയുലാന്ന് പറയും, അടുത്ത വീഡിയോയിൽ വന്നിട്ട് എന്ന് പറയും. ഈ വീഡിയോ 11 മാസം മുമ്പ് രേണു പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ബിഷപ്പിന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ബിഷപ്പിന് ഡൗട്ടില്ല. രേണു എന്ത് പറഞ്ഞാലും കറക്റ്റ്. ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സത്യം പറയുന്ന വേറൊരു വ്യക്തിത്വം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, അല്ലയോ? അന്ന് ബിഷപ്പിന് ഒന്നും അറിയത്തില്ലായിരുന്നോ? ബിഷപ്പിന് ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായേ? രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? രേണുസുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ്. രേണുസുതി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, എൻ്റെ സങ്കടം ഹോം സിക്നസ്സും എനിക്കെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു വാദമാടം പുറത്ത് വിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നേ ഇപ്പം ബിഷപ്പിനെക്കാട്ടിലും അത്യാവശ്യം ഒരു നിലപാട് രേണു പുലർത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് രേണുവിൻ്റെ കള്ളങ്ങളെ ഓരോന്നായിട്ട് അഴിച്ച് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്ന ബിഷപ്പാണിത്. രേണു പറയുന്ന ഫുള്ള് കള്ളമാണെന്ന് ബിഷപ്പ് അങ്ങ് സ്ഥാപിക്കുകയാണ്. എന്നിട്ട് ഇപ്പം പറയാണ് അവർക്ക് മരുന്നിൻ്റെ ഒരു വയ്യെന്ന് പറഞ്ഞാൽ വയ്യ, അവർക്ക് എനർജി വന്നു കഴിഞ്ഞാൽ വന്ന്, എന്താ പ്രശ്നം? ജനങ്ങൾ സംശയിക്കാൻ പാടില്ല. പക്ഷെ 10 മാസം മുമ്പ് അച്ഛന് സംശയിക്കായിരുന്നു. അച്ഛൻ ബിഷപ്പാണല്ലോ, ഇപ്പം ബിഷപ്പിന് സംശയിക്കാം. സാധാരണക്കാർ ബിഷപ്പല്ലല്ലോ, ഒന്നും സംശയിക്കാൻ പാടില്ല. നേഴ്സിങ്ങിന് 1.5 വർഷം ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ എനിക്കൊന്നും കഴിഞ്ഞില്ല. ചോര കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടു. പിന്നെ വാർഡന്മാടം എന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് DCA കോഴ്സ് പഠിച്ചതാണ്. നമ്മൾ DCA എന്ന് പറയാം. അവൾ ആ രേണുസുതി പറഞ്ഞത് എന്താണ്, എഞ്ചിനീയറാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3-4 കോഴ്സ് പഠിച്ചു. നേഴ്സിങ് എന്തായാലും നിങ്ങൾ എന്നെ അറിയുമല്ലോ. നേഴ്സിംഗ് പഠിച്ചു, DCA പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു. ഈ 3 കോഴ്സ് പഠിച്ചപ്പോഴും ശ്രുതി മരിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് താജുദ്ദീൻ ഇടപെട്ട് മേടിച്ചു കൊടുത്തത്. ഏതിൻ്റെ? +2 SSLCയുടെ. നോബൽ ഫിലിപ്പ് പറയുകയാണ് ഇത് പൊതുജനം ചർച്ചയാണ്. രേണുസുതി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവർ കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. ഞാൻ ഇതിലേക്ക് എന്തിനു പറയട്ട്? കമന്റ് ബോക്സിൽ നിങ്ങൾ പറയൂ, ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാണ്? അപ്പം അന്ന് ബിഷപ്പ് പറയുന്നു രേണു പറയുന്നത് മുഴുവൻ കള്ളമാണ്. ബിഷപ്പ് പറയുന്നതിൻ്റെ ആശയം കേട്ടോ. ഒന്ന്, രേണു ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്ന് പറഞ്ഞു, പിന്നെ ഹോസ്റ്റലിൽ നിന്നു എന്ന് പറയുന്നു, കള്ളം. രേണു മറ്റേ 4, 5, 6 കോഴ്സ് പിടിച്ചെന്ന് പറയുന്നു, പക്ഷെ +1 +2 ഉള്ളൂ, കള്ളം. പക്ഷെ ഇപ്പോൾ രേണുവിന് വയ്യെന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ അത് തൊണ്ടതോടെ ഇറക്കിക്കണം. രേണുവിന് വയ്യുമെന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് വയ്യായി ഉണ്ട് കേട്ടോ, അത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിനകത്ത് വിമർശിക്കുന്ന ഒരിക്കലും രേണുവിനല്ല, ബിഷപ്പിനെയും ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം കേട്ടോ. ബിഷപ്പാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊരു സാധനം കേട്ടിട്ടുണ്ട്. അതുപോലെ സാധനം നമ്മൾ കൊച്ചിലേക്ക് ഇങ്ങനെ ഓണത്തിന് ഒരു വട്ടം വരച്ചിട്ട് ആ കുളം അക്കര, ആ കുളം കര, ഇതേപോലെ കളിക്കുമായിരുന്നു. ഈ കുളങ്കര പോലെയാണ് ബിഷപ്പ് വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പിൻ്റെ നമ്മുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂയിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കണ്ണോടിച്ച് നോക്കാം സുഹൃത്തുക്കളെ. നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു മുഖഭാവത്തിലോ ദേഷ്യഭാവത്തിലോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മുഖം കറപ്പിച്ച് ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ അതിപ്പോൾ എന്തുവാ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മൾ ക്യാമറയെ നോക്കിയല്ലേ പറഞ്ഞ്. അവരുടെ മുഖത്ത് നോക്കി പറയാത്തതുകൊണ്ട് അതിവിടെ നമ്മൾ കണക്കിലെടുക്കത്തില്ല, അത് വെട്ടിക്കളഞ്ഞ്. അപ്പം ഞാനിപ്പോൾ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതും ഞാൻ മുഖത്ത് നോക്കി ഞാൻ മുഖം കറപ്പിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. സോഷ്യൽ മീഡിയ പറഞ്ഞത് വെട്ടിക്കളഞ്ഞേരെ. ബിഷപ്പ് കാണുമെന്ന് എനിക്കറിയാം, അതങ്ങ് വെട്ടിക്കളഞ്ഞേരെ. ഒക്കെ ഞങ്ങൾ മറന്നു. കാരണം ആ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് വഹിക്കാനും ക്ഷമിക്കാനും, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സത്യവേദ പുസ്തകവും പിടിച്ചുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ നടക്കുന്നത്, എന്തിനാണ്? പക്ഷേ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കാനാണ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് ക്ഷമിക്കാനായിരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പുള്ളിക്കാരൻ എപ്പോഴാണ് പറഞ്ഞേ? രേണുവിന് ക്യാൻസർ വന്നിട്ട് തൊട്ടടുത്ത ദിവസമാണ് പറഞ്ഞേ. അല്ല, എൻ്റെ ഒരു അറിവ് പ്രകാരം പുള്ളിക്കാരൻ 10-2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്.
അപ്പോൾ ബിഷപ്പിനോട് മാത്രം എങ്ങനെ ഒരു രേണുവിന് ക്യാൻസർ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. അങ്ങനെയാണോ? ഇത്രയും നാൾ മുമ്പ് ബിഷപ്പ് കൊണ്ടുനടക്കുന്ന ബൈബിളിനകത്ത് ആ സാധനം എഴുതി വെച്ചിരുന്ന ബിഷപ്പ് കണ്ടിട്ടില്ലായിരുന്നോ? അന്ന് ഈ ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള സഹനശക്തി ബിഷപ്പിന് കിട്ടിയിട്ടില്ലായിരുന്നോ? അന്ന് നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞല്ലോ ക്ഷമിക്കുക. അതങ്ങനെ ബിഷപ്പിന് ആവശ്യമുള്ള സമയത്ത് മാത്രമാണോ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എടുക്കുന്നത്? ആവശ്യമില്ലാത്ത സമയത്ത് വചനമൊക്കെ ചെറുതായിട്ടൊന്ന് ബുക്കങ്ങ് അടച്ചു വെക്കും ഇല്ലയോ? പൊന്നണ്ണ, ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി 2-3-4 ദിവസം കഴിഞ്ഞിട്ട് രേണുസുതി എൻ്റെ സ്ഥലത്തൊന്നും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ ക്യാമറക്കാരന്മാർ വന്ന് പെറ്റി കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. എല്ലാവരോടും ക്ഷമിച്ചോണേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാളെ ഒരു സമയത്ത് ഇതിനെ വീണ്ടും മാറ്റി പറയാൻ നിൽക്കല്ലേ, അവിടെ അങ്ങ് നിന്നോണം. ഇനി രാഹുൽ ദാസ്, അതായത് കിച്ചുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഞാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാരനെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിവരം പറഞ്ഞത്? രേണു കുടുംബം പറഞ്ഞല്ലേ? അവർ സത്യം മാത്രം പറയുന്ന കുടുംബമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും. ബിഷപ്പിന് രാഹുൽ ദാസിൻ്റെ നമ്പർ ഉണ്ടല്ലോ. രാഹുൽ ദാസിനെ വിളിച്ചൊന്ന് ചോദിച്ചോ ഇതിനകത്ത് എത്ര ശതമാനം സത്യമുണ്ട്, ഇതിനകത്ത് ഏതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അവൻ്റെ പേര് ഏതാണ്ടൊക്കെ കേസുകളുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അവൻ്റെ പാപങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷെ രേണുവിൻ്റെ പാപങ്ങൾ അതെല്ലാം നമ്മൾ വിശുദ്ധ രക്തത്താൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെയാണോ സെറ്റപ്പ് എൻ്റെ? അല്ല, അവൻ്റെ പാപത്തെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അവന് പങ്കില്ലയോ? അവനൂടെ വേണ്ടിയിട്ടല്ലയോ കുരിശി കയറി അല്ലയോ? അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റൂല. അത് ജീവിതകാലം മുഴുവൻ അവനെ വേട്ടയാടും. പക്ഷെ രേണുവിൻ്റെ പാപം ഉണ്ടല്ലോ, അത് നമ്മൾ അപ്പോഴേ തുടച്ചു കളഞ്ഞു, വൈപ്പ് ചെയ്ത സാധനം. അങ്ങനെയാണല്ലയോ? ഓക്കെ. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാൻ കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. ബിഷപ്പാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ട് നന്മയുടെ മരം ബൈബിളിൽ നമ്മളങ്ങോട്ട് ക്ഷമിക്കാനും പൊറുക്കാനുമാണ് ദൈവം പഠിപ്പിച്ചതെന്ന് പറഞ്ഞങ്ങോട്ട് നമുക്ക് വായിട്ട് ഇട്ടപ്പോഴത്തേനും പുള്ളി പറയുക രാഹുൽ ദാസ് അങ്ങനെ നല്ലവനാകാനൊന്നും ക്ഷമിക്കണ്ട, നിനക്ക് ഈ നിഘണ്ടുവിൽ മാപ്പില്ല. കൊള്ളാം. മോശം വഴിയിലേക്ക് പോകുന്ന ഒരാളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ ബിഷപ്പിനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത്. 100 ആടുകളുള്ളിടത്തുനിന്ന് ഒരാടിനെ മിസ്സായാലും ആ ഒരാടിനെ തപ്പിപ്പോയി പിടിച്ചുകൊണ്ടുവരാനൊക്കെ അല്ലയോ ബൈബിളിൽ പറയുന്നത്. എന്നിട്ട് ബിഷപ്പ് എന്തൊരു മോശമായിട്ടുള്ളവൻ എല്ലാം അഴിക്കാം, മാറിക്കും അങ്ങോട്ട്. നല്ലതായിട്ടുള്ളവൻ എല്ലാം നല്ല, അവന്മാരുമായിട്ട് മാത്രമേ ഞാൻ കൂട്ടുള്ളൂ. ബൈബിളിൽ തന്നെ ഉള്ള ഒരെണ്ണം ഞാൻ പറയാം. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം കേട്ടോ. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. ഇതേപോലെ അന്ന് രേണുവിനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുക്കണം, മാറ്റരുത്, ഇങ്ങനെ തന്നെ കൊടുക്കണം. അതൊക്കെ മാറ്റാത്തതുകൊണ്ടാ ഇതിപ്പോൾ ഞാനിങ്ങനെയൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരുന്നത്. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. അതാണോ ബിഷപ്പ് ഉദ്ദേശിച്ചത്? അപ്പൊ ഈ രേണുസുതി തിരിച്ച് അങ്ങോട്ട് ചവിട്ടുന്നതിനോ അതിന് പ്രശ്നമില്ലയോ? അല്ല, അത് കുഴപ്പമില്ലല്ലേ? അത് കുഴപ്പമില്ല, അത് സോഷ്യൽ മീഡിയയിലല്ലല്ലോ. ശരി. 2 പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. തെറ്റാണ്. അമ്മയും മകനും ഉള്ള കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ തെറ്റാണ്. ഒരാൾ മാത്രമല്ലല്ലോ പറഞ്ഞേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ നമ്മൾ പക്ഷം പിടിക്കുമ്പോൾ ഒരാളുടെ പക്ഷം മാത്രമല്ലേ. ബിഷപ്പിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ബിഷപ്പ് ചെയ്യേണ്ടിയിരുന്നത് ഈ 2 പേരെയും അനുനയപ്പെടുത്താനായിട്ട് ശ്രമം നടത്തിയായിരുന്നോ? ഒരു സാധാരണ ആൾ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണ് ബിഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ, ഒരു പ്രീസ്റ്റ് എന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരും കേട്ടോ. ഞാൻ ഭയങ്കര ക്രിസ്തീയ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തിന് ഈ വിഷമമുണ്ട് ഇതിങ്ങനെയൊക്കെ പറയേണ്ടത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ഏൽപ്പിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി. ഇപ്പം ശരിയായി. ഞാൻ വിചാരിച്ചു ഇനി ബിഷപ്പും ഭീഷണിയുടെ സ്വരമായിട്ടൊക്കെ ഇറങ്ങിയെന്ന് വിചാരിച്ച്. അപ്പോൾ രാഹുൽ ദാസിനെ കുറിച്ചുള്ള കുറേ കഥകൾ രേണുവിന് പറയാനുണ്ട്. അപ്പോൾ തിരിച്ചും രാഹുൽ ദാസിനും കാണത്തില്ലേ രേണുവിനെ കുറിച്ചുള്ള കുറച്ച് കഥകൾ പറയാൻ? അവർ 2 പ്രശ്നം വന്നേ, 2 പേരുടെ സൈഡിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക്
ബിഷപ്പ് ഇങ്ങനെയൊന്നല്ല ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് കേട്ടോ. ബിഷപ്പ് ഇത് ഇത്രയും നാൾ ബിഷപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനത് കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വീടാണോ, അവിടെ എന്തിനാണ് രേണുവിൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് ഇപ്പോൾ പറയുക കിച്ചു അങ്ങ് കൊല്ലത്തങ്ങ് നിന്നാൽ മതി, രേണുവിനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കടപ്പുറമുളകും, കുത്തിപ്പിടിച്ച് മേടിക്കും. ബിഷപ്പിന് എനിക്ക് ഒന്നും പറയാനില്ല. സൂപ്പർ, അടിപൊളി, നിലപാട് സിംഹം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു